അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാഞ്ഞങ്ങാട് പോകുന്നതാണ്. ഞാൻ എൻ്റെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, ഉണ്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഒടയഞ്ചാലേക്ക് പോകുന്ന ഷോർട്ട് കട്ടാണ്. ഇതിലേ ഷോർട്ട് കട്ടാണ്. ഇതിലേ പോയാൽ നമ്മൾ ഒടയഞ്ചാലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇതിലേ പോകുന്നതാണ്. കാഞ്ഞങ്ങാട് പോയി കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അവരെല്ലാം വേഗം പോയി, അപ്പോൾ എനിക്ക് വേഗം പോകണം. ഞാൻ മല്ലി സ്ലോ മോഷൻ വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഇതിലെല്ലാം പണ്ട് ഞണ്ടെല്ലാം പിടിക്കാൻ വരും. ഇതിലെ മഴക്കാലത്തില്ലേ, ഇവിടെ ഫുൾ വെള്ളമായിരിക്കും. ഇതിന് സൈഡ് ഫുൾ ഞണ്ടായിരിക്കും ഇവിടെ മൊത്തം. ഞങ്ങൾ പണ്ട് ഞണ്ട് പിടിക്കാൻ വരുന്നുണ്ടായി. ഇപ്പോൾ ഒന്നല്ല, കുറേ കാലം മുമ്പ്. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട്. ബസ്സിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ ബസ്സിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല, ഫുൾ തിരക്കാന്നുണ്ടായിന്. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ദീപ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ജ്വല്ലറിയിലേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്വർണം, കുറച്ചൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, രണ്ട് സ്വർണം എടുക്കാനാണ് നമ്മൾ പോയത്. അപ്പോൾ അമ്മയും ചേച്ചിയും കുഞ്ഞിയും ഞാനും പിന്നെ ഉണ്ടുവാണ് പോയത്. അപ്പോൾ ഉണ്ടുവിൻ്റെ ഒരു മാല ഉണ്ടായിനെ. നമ്മൾ കുറേ കാലം മുമ്പേ മേടിച്ചതാണ് ആ മാല. പക്ഷെ മേടിച്ച ഒരാഴ്ചയോളം ഇട്ടിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കണ്ണിയെല്ലാം പൊട്ടിയിട്ട് പോയി. അപ്പോൾ അത് ഇന്ന് വരെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാറ്റി വാങ്ങാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്ക് അത് കൊടുത്തിട്ട് മാറ്റി വാങ്ങാനുണ്ടായിന്. പിന്നെ എനക്കും എൻ്റെ ചെയിൻ കൊടുത്തിട്ട് മാറ്റി വാങ്ങാനുണ്ടായി. അങ്ങനെയാണ് വന്നത്. പിന്നെ അതാ ഉണ്ടു കിട്ടിയിട്ടില്ല ആ മാല, ഓക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഈ മാലയാണ് ഞാൻ എടുത്തത്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മാല ഞാൻ ഉണ്ടൂന് കൊടുത്തിട്ട് ഈ മാല ഞാൻ എടുത്തു, പുതിയ മാല ഞാൻ മേടിച്ചു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ടേ എനിക്ക് നേരത്തെ മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരവസരം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് നമ്മളത് മാറ്റി വാങ്ങിച്ചു. നമ്മൾ ജ്വല്ലറിൽ എത്തിയിട്ടാകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ, നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 2-3 വന്നിട്ടുണ്ടാവും, അത്രയും ആ ജ്വല്ലറിയിൽ ആൾക്കാരുണ്ടായിട്ടില്ല. 2-3 ദിവസം മുമ്പേ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. അപ്പോൾ ചേച്ചിയെല്ലാം പറഞ്ഞു ഞാനും വന്നിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായത്. അതാണ് നമ്മൾ ഇന്ന് പോയത്. അപ്പോൾ ഇന്ന് പോയിട്ടാകുമ്പോൾ എൻ്റെ ചെയിൻ കൊടുത്തിട്ട് ഞാൻ വേറൊരു ചെയിൻ വാങ്ങിച്ചു. ഞാൻ മേടിച്ച ചെയിൻ ഇതാണ്. പിന്നെ എനിക്ക് തോന്നി എനിക്കിത് ഇതിനെക്കാട്ടി വേറൊരു ചെയിൻ കാണിച്ചിട്ടാകുമ്പോൾ പിന്നെ എനിക്കത് ഇഷ്ടമായിപ്പോയി. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് അത് വാങ്ങിച്ചു. അപ്പോൾ അതും നല്ല രസമുണ്ട്, ഇതും നല്ല രസമുണ്ട്. ഏതെടുത്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ രണ്ടാമത് കാണിച്ച് ഈ ചെയിനാണ് എടുത്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതെടുത്തു. പിന്നെ ഒരു മാല എടുത്തു. പിന്നെ ചേച്ചീൻ്റെ കുഞ്ഞിക്കൊരു പാദസരം എടുത്തു. ഉണ്ടൂനൊരു പാദസരം എടുത്തു. അത്ര എടുത്തിട്ടുണ്ടായിരുന്നു ഗേസ്. പിന്നെ ഉണ്ടൂനൊരു ലോക്കറ്റ് എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് മേടിച്ചിട്ടുണ്ടായിന്. അവിടെ നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ടു വാങ്ങിച്ച പാദസരമാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി പാദസരമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞിക്കും പാദസരം മേടിച്ചിട്ടുണ്ടായിന്. അത് ആ ഷോറൂമിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് കണ്ടിട്ടാകുമ്പോൾ അത് വാങ്ങിച്ചു. വെള്ളി പാദസരം മേടിക്കാനാണ് പോയതെങ്കിലും ഓക്ക് അത് ഇഷ്ടപ്പെട്ടോൾ അത് മേടിച്ചു. പിന്നെ ഉണ്ടു ഡൗട്ടിലാണുള്ളത്, എൻ്റെ മാല ഇടണോ അതോ മറ്റേ മാല വാങ്ങണോ. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂല, ഞാനത് ഉറപ്പിച്ച് എനിക്ക് ആ മാല വേണമെന്ന് പറഞ്ഞിട്ട് അടനുണ്ടായി. ഓക്ക് ആ മാല ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം അത് കുറച്ച് നീളം കൂടിയതാണെന്നാണ് പറഞ്ഞത്. ഓക്ക് നീളം വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് തന്ന്. പിന്നെ ഓക്ക് ഡൗട്ടാണ് അത് വേണോ വേണ്ടിയോന്ന്. പിന്നെ നമ്മളത് എല്ലാം കൊടുത്ത് ബില്ലിങ്ങൊക്കെ കൊടുത്ത് നമ്മളത് വാങ്ങിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. നമുക്ക് ഉണ്ടൂന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അതാ ഉണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് ഒരു കൂൾ ബാറിൽ കയറിയിട്ട് നമ്മൾ അവൽ മിൽക്ക് എന്നാണ് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ചായ മതിയെന്ന്. അപ്പോൾ ഞാനും അമ്മയും കൂടി ചായ പറഞ്ഞു. ചേച്ചിയും പിന്നെ ഉണ്ടും പിന്നെ കുഞ്ഞിയും അവൽ മിൽക്കും പറഞ്ഞു. അപ്പോൾ എൻ്റെ ചായ വന്നിട്ടുണ്ട്. എൻ്റെ ചായയാണ് ഫസ്റ്റ് വന്നത്. പിന്നെ കടിയായിട്ട് അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേടിച്ചത് മുട്ടയപ്പവും പിന്നെ ബ്രെഡിൻ്റെ സാധനമാണ് മേടിച്ചത്. ബ്രെഡിൻ്റെ സാധനം കൊള്ളൂല ഗൈസ്. പിന്നെ നമ്മൾ മുട്ടയപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അമ്മക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അമ്മ അത് പകുതി മുക്കാലും തിന്നു. ഞാൻ മറ്റേതാണ് തിന്നത്. ഞാനെല്ലാം ഓർഡർ ചെയ്തതുകൊണ്ട് ഞാൻ തന്നെ തിന്നേണ്ടി വരും. പിന്നെ അവൽ മിൽക്ക് തിന്നുന്നതിൽ പനിയായിട്ടും ഞാനത് മേടിച്ച് തിന്നു. കാരണം നല്ല അവൽ മിൽക്കാണ്, അടുത്ത ടേസ്റ്റിൽ അവൽ മിൽക്കാണ്. നമ്മൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിയിൽ സൈഡിലെ ഒരു കൂൾ ബാറിലാണ് കയറിയത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് നമ്മൾ കുഞ്ഞിക്ക് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിന്. നമ്മൾ 2 പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിന്. അപ്പോൾ കുറേ കട പോയി തപ്പി മടുത്ത് ഗൈസ്. അവിടെ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. നോക്കിയിട്ട് നടന്നതല്ലാണ്ട് ഒന്നും നല്ലത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ സൂര്യയിലേക്ക് വിടാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് സൂര്യൻ്റെ അടുത്തേക്ക് പോയിട്ടാണ്. നടക്കേണ്ട ദൂരയിലും എന്നാലും നമ്മൾ റിക്ഷ ആക്കിയിട്ട് പോയിട്ട് സൂര്യയിൽ എത്തിയിട്ടുണ്ട്. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിന്, അടിപൊളി കളക്ഷൻസ്. നമുക്കിങ്ങനെ ആരും ഇങ്ങനെ വിളിച്ചെടുത്ത് തരണമെന്നൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ. നമുക്ക് തന്നെ പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയൊരിതുണ്ടായിന്.
അപ്പോൾ അവർ ഡ്രസ്സ് പിള്ളേർക്ക് ഡ്രസ്സ് തപ്പുമ്പോൾ നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ സാരി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉണ്ട് മാത്രം താഴെ വന്നിട്ട് സാരി നോക്കുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ കുറേ നാളായി മീഷോയിൽ നല്ല സാരി തപ്പുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു മീഷോയിനെക്കാട്ടി നമുക്കൊന്ന് സൂര്യയിൽ പോയി നോക്കാം. സൂര്യയിൽ പോയി നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്യാണ്ട് അവിടെ വെയിറ്റ് ലിസ്റ്റിൽ കുറേ സാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് നന്നായി, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി കിട്ടി വിലക്കുറവിൽ. അതൊക്കെ ഇതാ ഈ സാരിയാണ് ഞാൻ എടുത്തത്. നല്ല അടിപൊളി സാരി. ഞാൻ ഏത് കളറാണോ എൻ്റെ മനസ്സിൽ കണ്ടത് അതേ കളർ സാരി എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവിടെ വന്ന് നല്ല ഇതായി എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് ബില്ലെല്ലാം കൊടുത്തിട്ട് നമ്മൾ സൂര്യൻ ഇറങ്ങുമ്പോൾ കുറേ വൈദ്യുതി കിട്ടാം. ഒരു 8 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂര്യൻ ഇറങ്ങുമ്പോൾ നല്ലോണം വൈകിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് കാഞ്ഞങ്ങാട് പോയത്, അതുകൊണ്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കുറേ നടന്ന്. പിന്നെ നമ്മൾ KSRTC ബസ്സിൽ കയറിയിട്ട് ഇതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ബസ് കാഞ്ഞങ്ങാട്. അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.